മയിൽപ്പീലിക്കാവ്. അപ്പോൾ അത് അത് സത്യമാണോ? മീനാക്ഷി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആണെങ്കിൽ ശ്രീഹരി ഗൗരവത്തിൽ അവളെ നോക്കി. മീനാക്ഷിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. നിന്നെ ഞാനൊന്നും ചെയ്യില്ല, അതോർത്ത് നീ പേടിക്കണ്ട. അമ്മ വന്നു കഴിഞ്ഞ് നീ ഇവിടുന്ന് പോയാൽ മതി. അതുവരെ ഇവിടെ കാണണം. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പെട്ടെന്ന് അവൾ അങ്ങനെയാണ് അവനോട് ചോദിച്ചത്. അതെ, തൽക്കാലം ഞാൻ തീരുമാനിച്ചോളാം. അമ്മ വന്ന ശേഷം പോയിക്കോളൂ. അതും പറഞ്ഞ് അവൻ മുറിവിട്ടിറങ്ങി. എൻ്റെ കണ്ണ, വീണ്ടും പരീക്ഷണമാണോ? മീനാക്ഷി, കുളിക്കാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്, ഒന്ന് എടുത്തുകൊണ്ട് പോകൂ, അവൻ വിളിച്ചു പറഞ്ഞു. ആര്യവേപ്പിലയും മഞ്ഞളും ചതച്ചിട്ട ചൂടുവെള്ളമാണ് ശ്രീഹരി അവൾക്ക് കുളിക്കുവാനായി എടുത്തു വെച്ചത്. കുളി കഴിഞ്ഞതും മീനാക്ഷിക്ക് പകുതി ആശ്വാസമായി. എന്നാലും ദേഹത്തെല്ലാം അവിടെ ഇവിടെ പാടുകളുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാണ് മീനാക്ഷി ജോലിക്ക് പോകാൻ തുടങ്ങിയത്. ശ്രീഹരി പത്രം വായിച്ചുകൊണ്ട് ഉമ്മറത്തുണ്ട്. ശ്രീയേട്ടാ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം, ശ്രീഹരിയെ നോക്കിക്കൊണ്ട് മീനാക്ഷി പറഞ്ഞു. അവൻ ആദ്യമായിട്ട് കാണും പോലെ മീനാക്ഷിയെ നോക്കി നിന്നു. കാരണം ആദ്യമായിട്ടാണ് അവൾ ശ്രീഹരിയെ അങ്ങനെ വിളിക്കുന്നത്. ആ നോട്ടത്തിൻ്റെ അർത്ഥം മീനാക്ഷിക്കും മനസ്സിലായി. ശ്രീഹരിയോട് യാത്ര പറഞ്ഞിട്ട് അവൾ വേഗം മുറ്റത്തേക്കിറങ്ങി. ഓരോ ദിവസം പിന്നിടുമ്പോഴും മീനാക്ഷി മനസ്സുകൊണ്ട് ശ്രീഹരിയുടേതാകുകയാണ്. അവനെ കാണുവാനേ അവൾക്കിപ്പോൾ തിടുക്കമാണ്. ആർക്കും പിടികൊടുക്കാത്ത ആളാണ് അവനെന്ന് മീനാക്ഷിക്ക് പല തവണ തോന്നി. ജോലി കഴിഞ്ഞ് വേഗം ഓടിയെത്തും അവൾ. എന്താണ് എൻ്റെ ഭഗവാനെ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഇതുവരായിട്ടും ആരോടും തോന്നാത്ത എന്തോ ഒരു. പക്ഷെ ശ്രീഹരി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ ജോലി കഴിഞ്ഞ് വരുന്ന മിക്കവാറും ദിവസങ്ങളിൽ ശ്രീഹരി ഉമ്മർത്ത് കാണും. എന്തെങ്കിലും മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുകയാകും പതിവ്. അല്ലെങ്കിൽ അവൻ ചെടികൾ നനയ്ക്കുകയാകും. ഒരു ദിവസം വൈകുന്നേരം മീനാക്ഷി വന്നപ്പോൾ മുറ്റം നിറയെ ചെമ്പകപ്പൂക്കൾ വീണ് കിടക്കുന്നു. അവയുടെ മതിപ്പിക്കുന്ന സുഗന്ധം അവിടെ മാകെ നിറഞ്ഞു നിന്നു. അന്ന് നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നു. അതാണ് ഇത്രയും പൂക്കൾ പൊഴിഞ്ഞു കിടക്കുന്നത്. കുറ്റുമുല്ലയിലെ പൂക്കളെല്ലാം നനഞ്ഞു മണ്ണിൽ പറ്റിക്കിടക്കുന്നത് കണ്ട് മീനാക്ഷിക്ക് വിഷമമായി. എല്ലാം പെറുക്കിയെടുക്കണമെന്ന് അവൾ ഓർത്തു. കിഴക്കുവശത്തെ നെല്ലിമരത്തിൽ നിന്നും കുറേ പഴുത്ത നെല്ലിക്കയും വീണ് കിടപ്പുണ്ട്. ഉള്ളിക്കോയിൽ നിന്ന് എവിടെയോ പോയി. എന്നും സന്ധ്യയ്ക്ക് മൂവാണ്ട മാവിൻ്റെ ചില്ലയിലിരുന്ന് അവൾ പാടുന്നതാണ്. പതിയെ ഒന്ന് കൂവിയാലോ? അവൾ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ശ്രീഹരി ഉള്ളതുകൊണ്ട് അവൾ മൗനം പാലിച്ചു. മഴ തോർന്നതുകൊണ്ടാവാം കിളികളും കാക്കകളുമൊക്കെ മത്സരിച്ചു പറന്നു പോകുകയാണ് അവറ്റകളുടെ ഇണയുടെ അരികത്തെത്താൻ. പാടവരമ്പത്തുകൂടി കുട്ടികൾ നടന്നു പോകുന്നുണ്ട്. അസ്തമയ സൂര്യൻ മെല്ലെ അകന്നു പോകുന്നു. ഇരുണ്ട ചെമ്മാനം ആകാശത്ത്. അവയുടെ പ്രകാശത്താൽ കുളത്തിലെ താമരയും നാണിച്ചു നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നെങ്കിലും അവയൊക്കെ തോർന്നു. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് മീനാക്ഷി കുറച്ചു സമയം മുറ്റത്ത് നിന്നു. വള്ളിമുല്ലയുടെ അടുത്തേന്ന് അവയെ ചെറുതായി ഒന്ന് ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് അവൾ ഒന്ന് പിടിച്ചു കുലുക്കി. വെള്ളത്തുള്ളികളും കുറച്ച് മുല്ലപ്പൂക്കളും ഭൂമിദേവിയുടെ മാറിലേക്ക് വീണ്ടും പതിച്ചു. ഒരു ചെറു മന്ദഹാസത്തോടെ അവൾ അവയെല്ലാം പെറുക്കിയെടുത്ത് വള്ളിക്കൊട്ടയിലേക്കിട്ടു. ശ്രീഹരി പതിവ് പോലെ തന്നെ അകത്തെ വാരത്തിലിരിപ്പുണ്ട്. അയാൾ വേറെ ഏതോ ലോകത്താണെന്ന് അവൾക്ക് തോന്നി. എപ്പോഴും കൂട്ടായിട്ട് കുറച്ച് പുസ്തകങ്ങളും കാണും. ഒളികണ്ണാൽ ഒന്ന് നോക്കി അവൾ. ശേഷം അവനെ ശല്യപ്പെടുത്താതെ അകത്തേക്ക് പോയി. ശ്രീഹരിയെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് താനെന്ന് അവൾക്കറിയാം. തനിക്ക് ശ്രീയേട്ടനോട് പ്രണയമാണോ എന്ന് അവൾ ഈ അടുത്ത രാത്രികളിലെല്ലാം ആത്മപരിശോധന നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് താൻ ഇയാളെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? പനി വന്ന് വയ്യാണ്ടായി കിടന്നപ്പോൾ തന്നെ ഇത്ര കരുതലോടെയാണ് ശ്രീഹരി നോക്കിയത്. അമ്മ അടുത്തില്ലെന്ന വിഷമം പോലും ഒരു നിമിഷം തനിക്ക് തോന്നിയിട്ടില്ല. അത്രമേൽ നന്നായിട്ടാണ് തന്നെ നോക്കിയത്. ഒരു വല്ലാത്ത ദുർഗന്ധമായിരുന്നു മുറി മുഴുവൻ. അതൊന്നും വകവയ്ക്കാതെയാണ് ശ്രീഹരി അവളെ പരിചരിച്ചത്. ഈ പ്രവൃത്തികളാണോ ശ്രീയേട്ടനെ ഇഷ്ടപ്പെടാൻ കാരണമായത്? ആദ്യമായിട്ട് ശ്രീയേട്ടനെ കണ്ടപ്പോൾ മുതൽ മനസ്സിന് വല്ലാത്തൊരു അഭിനിവേശമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഒരാൾ വന്നതുപോലെ. പക്ഷേ
അതിനൊപ്പം തന്നെ അവളുടെ മനസ്സിനെ അലട്ടുന്ന വലിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. എന്തിനാണ് ശ്രീയേട്ടൻ ജയിലിൽ പോയത്? ഏതോ ഒരു പെൺകുട്ടിയെ ചെയ്തു എന്നാണ് ശോഭ ചേച്ചി പറഞ്ഞത്. ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ? അതോ അവൾ ഇനി ഒരുപക്ഷെ ശ്രീയേട്ടനെ കാത്തിരിക്കുകയാണോ എന്തോ? ആ ചോദ്യത്തിന് നടുവിൽ അവനോടുള്ള ഇഷ്ടം പതുങ്ങി ഒളിക്കുകയാണ്. വലിയൊരു പരുന്ത് ചിറകിട്ടടിച്ചു വരുന്നുണ്ട്. ഒരു തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിലേക്ക് കോഴിക്കുഞ്ഞ് ഒളിക്കുകയാണ്. അതുപോലെ തൻ്റെ പ്രണയവും ഒളിച്ചിരിക്കുകയാണ്. ശ്രീഹരി ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തനിക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷേ തന്നോട് എന്തെങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറയും, അത്രമാത്രം. പിന്നെങ്ങനെ അദ്ദേഹത്തിൻ്റെ രഹസ്യം അറിയാനാകും? മീനാക്ഷി, ശ്രീഹരി ഉറക്കെ വിളിക്കുന്നവൾ കേട്ടു. അവൾ ചെന്നപ്പോൾ ശ്രീഹരി കുളി കഴിഞ്ഞ് എങ്ങോട്ടോ പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. കരിനീല നിറമുള്ള ഷർട്ടാണ് വേഷം. എന്താ ശ്രീയേട്ട? അവൾ അവനോട് ചോദിച്ചു. ഞാൻ അമ്പലത്തിൽ പോവാണ്. കാവിൽ പൂരം ഇന്നുകൊണ്ട് തീരും. ഞാൻ വരാൻ കുറച്ച് ലേറ്റാകും, അവൻ പറഞ്ഞു. ഞാനും കൂടി വന്നോട്ടെ? പെട്ടെന്ന് അവൾക്ക് അങ്ങനെ ചോദിക്കുവാനാണ് തോന്നിയത്. പോന്നോളൂ. കുറച്ച് ആലോചിച്ച ശേഷം അവൻ മറുപടി കൊടുത്തു. മീനാക്ഷി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിമറിഞ്ഞു. ഓടിപ്പോയി അവൾ കുടമുല്ല പൂക്കൾ കൊണ്ട് ഒരു മാല കെട്ടി. വേഗം കുളിക്കാൻ കയറി. മീനാക്ഷി, താനിത് എന്തെടുക്കുവാ? ആറാട്ട് വന്ന് അമ്പലത്തിൽ കയറിയാലും ഇന്ന് അമ്പലത്തിൽ എത്തുമോ നമ്മൾ? അവൻ ഒച്ച വയ്ക്കുന്നത് കേട്ടുകൊണ്ട് മീനാക്ഷി ഇറങ്ങി വന്നു. കഴിഞ്ഞു ശ്രീയേട്ടാ, ഇറങ്ങാം, അവൾ വിളിച്ചു പറഞ്ഞു. നീലയും പച്ചയും നിറമുള്ള ഒരു താവണി ഉടുത്ത് മുടിയിൽ നിറയെ മുല്ലപ്പൂ ചൂടി അസലൊരു നാട്ടിൻപുറത്തുകാരിയായാണ് അവൾ ഇറങ്ങി വന്നത്. സുന്ദരിയായിട്ട് ഒരുങ്ങുവാൻ മീനാക്ഷിക്കിന്ന് ഇത്തിരി ഏറെ നേരം എടുത്തു. അതൊറ്റ നോട്ടത്തിൽ ശ്രീഹരിക്ക് മനസ്സിലാവുകയും ചെയ്തു. ഇത്രയും ഗ്ലാമറുള്ള ഒരു പെണ്ണ് കൂടെയുണ്ടായിട്ടും ഈ മരങ്ങോടനൊന്നും നോക്കുന്നു പോലും ഇല്ലല്ലോ. മീനാക്ഷി പതിയെ പെറുപെറുത്തു. താൻ എന്തെങ്കിലും പറഞ്ഞോ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഞാനോ? ഇല്ല ശ്രീയേട്ടാ, ഒന്നും പറഞ്ഞില്ല. മീനാക്ഷി നിഷ്കു വാരി വിതറി അവനെ ഒന്ന് നോക്കി. അമ്പലത്തിൽ ചെന്നപ്പോൾ എല്ലാ കണ്ണുകളും മീനാക്ഷിയിലായിരുന്നു. പലരും അവളെ നോക്കുന്നത് ശ്രീഹരിയും കണ്ടു. ശ്രീഹരിക്കും തോന്നി ഇവളാകെ മാറിയിരിക്കുന്നുവെന്ന്. അവനോട് ചേർന്നായിരുന്നു അവളുടെ നടപ്പ്. ഇടയ്ക്കൊക്കെ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിയപ്പോൾ ശ്രീഹരി അവളെ തൻ്റെ മുൻപിൽ നിർത്തി. ചെണ്ടമേളവും താലപ്പൊലിയും ആനയും അമ്പാരിയും അങ്ങനെ ആകെ ബഹളമയമാണ് ആ അമ്പലമുറ്റം. മീനാക്ഷി എല്ലാം ആസ്വദിച്ച് നിൽപ്പാണ്. തൊഴുതു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് പോകാം, ശ്രീഹരി പറഞ്ഞു. പോകാനോ? ഇപ്പോഴോ? അവൾ അവനെ നോക്കി. ഞാൻ പോവാ, താനെങ്കിലൂടെ നിന്നോ. അവൻ തിരികെ നടന്നു. ഗത്യന്തരമില്ലാണ്ട് മീനാക്ഷിയും പിറകെ പോയി. ആനക്കൊട്ടലിലെത്തിയതും മീനാക്ഷി ഗജവീരന്മാരെ കണ്ട് അറിയാതെ ശ്രീഹരിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു. അവൻ്റെ തണുത്ത കരങ്ങളിൽ പതിഞ്ഞ അവളുടെ കൈകൾ വിറകൊണ്ടു. എങ്കിലും അവൻ ഒന്നുകൂടി ആ കൈകൾ മുറുക്ക പിടിച്ചു. പെട്ടെന്നവൾ അവൻ്റെ കൈകൾ വിടുവിച്ചെങ്കിലും മീനാക്ഷി ഊറിച്ചിരിച്ചു. ഇടയ്ക്ക് അവളുടെ നോട്ടം കുപ്പിവളകളിലേക്ക് തിരിഞ്ഞത് അവൻ കണ്ടില്ലെന്നടിച്ചു. ശ്രീയേട്ടാ, ഞാൻ പേഴ്സ് എടുത്തില്ല. ക്യാഷ് ഉണ്ടോ കയ്യിൽ? എന്തിന്? ആവശ്യം മനസ്സിലായെങ്കിലും അവൻ ഗൗരവത്തിലായിരുന്നു. അത് പിന്നെ എനിക്ക് കുറച്ച് കുപ്പിവളയും കൺമഷിയും. നിനക്കതൊന്നുമില്ലേ മീനാക്ഷി? നാളെ ടൗണിൽ നിന്നെങ്ങാനും മേടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞതും ചുവപ്പും പച്ചയും ഇടകലർന്ന നിറക്കൂട്ടുകളിലേക്ക് നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടു. എന്താണെന്ന് വെച്ചാൽ മേടിക്കുക, പോകണ്ടേ എന്ന് പറഞ്ഞവൻ ധൃതി കൂട്ടി. ഒരു വഷളൻ ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയാണ് വിൽപ്പനക്കാരൻ. ഇവൾക്കിതെന്തിൻ്റെ കേടാണ്? ശ്രീഹരി അവനെ നോക്കി പല്ലിഞ്ഞിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ചൂണ്ടിയ ചുവപ്പ് നിറമുള്ള വളകളെടുത്തു. വിൽപ്പനക്കാരൻ അവളുടെ കൈ നീട്ടാൻ പറഞ്ഞപ്പോൾ ശങ്കിച്ചുകൊണ്ട് ശ്രീഹരിയെ പിന്തിരിഞ്ഞ് നോക്കിപ്പോയി മീനാക്ഷി. അവൻ വേഗം വന്ന് അയാളോട് മേടിച്ചു. എന്നിട്ട് അവളുടെ കൈത്തണ്ടയിൽ അണിയിച്ചു കൊട്ടു. താമരമൊട്ട് പോലെ കൂമ്പിയ അവളുടെ ചന്ദന നിറമാർന്ന കൈത്തടത്തിലേക്ക് വളകൾ കയറിയപ്പോൾ അവൾക്ക് പ്രണയത്തിൻ്റെ നോവാണ് തോന്നിയത്. ശ്രീയേട്ടാ, ദേ ആ പച്ച കുപ്പിവളയും ഒരു കൺമഷിയും കൂടി. നീ വേഗം വരുന്നുണ്ടോ? ഇനി മഴ പെയ്യും. പോയി വേഗം വണ്ടി കയറ്. ആവശ്യത്തിന് വാങ്ങിയില്ലേ മീനാക്ഷി? അവൻ ചെറുതായി ദേഷ്യപ്പെട്ടപ്പോൾ മീനാക്ഷി വേഗം നടന്നുപോയി. കുപ്പിവളകളുടെ കാശ് കൊടുത്തപ്പോൾ
ഒരു സെറ്റ് പച്ച കുപ്പിവളകളും കൺമഷിയും വാങ്ങാൻ അവൻ മറന്നില്ല. അവൻ കാറിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടു മുൻസീറ്റിൽ കയറി അധികാരത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന മീനാക്ഷിയെ. മുരട്, ഇങ്ങനുണ്ടോ ആണുങ്ങൾ? കൊള്ളാം. നീ എന്താ പെറുപുറത്തെ? അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലേ, തോന്നിയതാവും. അവളൊന്ന് നീട്ടിയാണ് മറുപടി കൊടുത്തത്. ദാ, ഇനി ഇത് കിട്ടാഞ്ഞിട്ട് ഇയാൾ വിഷമിക്കണ്ട, വെച്ചോളൂ. അവൻ കയ്യിലിരുന്ന പൊതി അവൾക്ക് കൊടുത്തു. നോക്കിയപ്പോൾ കണ്ടു പച്ച കുപ്പിവളയും കൺമഷിയും. അവൾ ശ്രീഹരിയെ നോക്കി. അവൻ ഡ്രൈവ് ചെയ്യുന്നതിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. സത്യത്തിൽ തന്നോട് ഇഷ്ടം വല്ലതും ഉണ്ടോ ആവോ, അതോ ചുമ്മാതെയാണോ? എന്താ മീനാക്ഷി, എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് അവൻ്റെ ശബ്ദം ഉയർന്നു. ഇല്ലില്ല, ഒന്നുമില്ല ശ്രീയേട്ടാ. അവൾ പെട്ടെന്ന് മുന്നോട്ട് നോക്കിയിരുന്നു. അന്ന് വീട്ടിലെത്തിയപ്പോൾ അവൾ ആകെ സന്തോഷവതിയായിരുന്നു. ശ്രീഹരി ഭക്ഷണം കഴിച്ചിട്ട് നേരെ കിടക്കാനായി പോയി. അവനെണീച്ച കുപ്പിവളകളിലേക്ക് ഉമ്മ വെച്ച് അവളും മിഴികൾ പൂട്ടി. പിറ്റേ ദിവസം മീനാക്ഷിക്ക് ശമ്പളം കിട്ടുന്ന ദിവസമായിരുന്നു. അവൾ ചില കണക്കൂട്ടലൊക്കെ നടത്തി. അന്നവൾ കുറച്ച് താമസിച്ചാണ് വീട്ടിൽ മടങ്ങിയെത്തിയത്. എവിടെയായിരുന്നു ഇതുവരെ? ശ്രീഹരി അവളോട് ചോദിച്ചു. ഇന്നെനിക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതാണ്. അവനൊന്ന് മൂളിയിട്ട് അകത്തേക്ക് പോയി. സന്ധ്യയ്ക്ക് നാമം ജപിച്ച് കഴിഞ്ഞാണ് മീനാക്ഷി ഒരു കവറുമായിട്ട് ശ്രീഹരിയുടെ അടുത്തേക്ക് വന്നത്. എന്താ ഇത്? അവൻ അവളോട് ചോദിച്ചു. തുറന്നു നോക്ക്, അവൾ പറഞ്ഞു. അവൻ പതിയെ അത് തുറന്നു. ഒരു മൊബൈൽ ഫോണായിരുന്നു അതിൽ. ശ്രീഹരിക്ക് മൊബൈൽ ഇല്ലെന്നുള്ള കാര്യം മീനാക്ഷിക്കറിയാം. അതുകൊണ്ടാണ് അവൾ മേടിച്ചത്. ഞാൻ ശ്രീയേട്ടന് വേണ്ടി മേടിച്ചതാ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് വിളിക്കാമല്ലോ. മീനാക്ഷി അതീവ ഉത്സാഹത്തോടെ അവനെ നോക്കി. എനിക്കിപ്പോൾ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ഇത് താനെടുത്തോളൂ. ശ്രീഹരി അത് തിരിച്ചു കൊടുത്തു. മീനാക്ഷിയുടെ മുഖം വാടിയെങ്കിലും അവനത് കൂട്ടാക്കാതെ അകത്തേക്ക് കയറിപ്പോയി. തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം പറ്റുമെങ്കിൽ നിങ്ങൾ തരണം കേട്ടോ.